നിമിഷം കണ്ണീർ തുടയ്ക്കാം, മാറോടു ചേർക്കാം. ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം. കണ്ണീർ തുടയ്ക്കാം, മാറോടു ചേർക്കാം. ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം. നാഥ ആനന്ദപൂരിതമാത്മം. ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം. നാഥ ആനന്ദപൂരിതമാത്മം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ദൈവപിതാവിന്റെ വചനമായ നമ്മുടെ മുന്നിൽ അപ്പമായി എഴുന്നള്ളിയിരിക്കുന്നത് സത്യവിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് തുറന്നു കാണുക. അവിടുത്തെ കരങ്ങൾ കാണുക, പാദങ്ങൾ കാണുക, അവിടുത്തെ അധരങ്ങൾ കാണുക, അവിടുത്തെ തിരുവിലാവില് കാണുക, അവിടുത്തെ ശിരസ് കാണുക. മുൾമുടി അണിയപ്പെട്ട ശിരസും ആണിപ്പടിയുള്ള കരടുകളും കാലുകളും, അവരുടെ വിലാവിലെ കുന്തത്തിന്റെ പഴുതുകൾ കാണുക. അത് ദൈവത്തിന്റെ വചനമാണ്. വചനം മുറിക്കപ്പെട്ടു, വചനം അഴുകി മറ്റൊന്നായി രൂപപ്പെട്ട് നമ്മുടെ മുന്നിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വചനം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ, ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് തുല്യമാണെന്ന് ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം തന്നെ സാക്ഷീകരിക്കുന്നു. ആ സാക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തെ, പുത്രനായ ക്രിസ്തുവിനെ രണ്ടു കരങ്ങളും ഉയർത്തി ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. മനുഷ്യ ജീവിതം ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ചിന്തകളിലേക്ക്, എന്റെ അധരങ്ങളിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ ബോധ്യങ്ങളിലേക്ക്, എന്റെ പാദങ്ങളിലേക്ക്, എന്റെ കരങ്ങളിലേക്ക് ഇറങ്ങി വന്ന നല്ല തമ്പുരാനെ, ഇറങ്ങി വന്ന നല്ല തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, യേശുവേ, 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാം തിരുവചനം ഒന്ന് ശ്രവിക്കുക. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ജീവിതത്തിൽ നിന്നാണ് ദൈവത്തെ പ്രഘോഷിക്കുന്നത്. ഇത് സമരിയക്കാരുടെ അടുക്കൽ വന്ന് ഈശോ വെള്ളം ചോദിക്കുന്ന ഭാഗത്ത് നിന്നാണ്. ഈശോ സമരിയയിലൂടെ കടന്നു പോവുകയാണ്. സിക്കാർ എന്ന ചെറിയ ഗ്രാമത്തിലൂടെയാണ് ഈശോ കടന്നു പോവുക. അപ്പൊ അവിടെ കൃത്യം അവിടെ തന്നെ ഒരു കിണറുണ്ട്. അവിടെ സമരക്കാരിയായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈ പെൺകുട്ടി ഒന്ന് വെള്ളം കോരുക. ഈശോയ്ക്ക് ദാഹിച്ചു. ഈശോ ഇച്ചിരി വെള്ളം ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ താഴ്ന്ന ജാതിക്കാരിയാണ്, അങ്ങ് ഉയർന്ന ജാതി, ഇപ്പൊ ഞാൻ വെള്ളം തന്നാൽ നിഷിദ്ധമല്ലേ? ഈശോ പറഞ്ഞു, മറുപടി പറയുന്നത്, ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കില്ല, അത് ജീവന്റെ ജലമാണ്. അപ്പൊ അവള് പറയുന്നു, നിന്റെ കയ്യിൽ തൊട്ടിയില്ല, കയറില്ല. ഇപ്പൊ 2 തലമാണ്. ഈശോ പറയുന്ന ആധ്യാത്മികതയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്, സ്വർഗോന്മുഖമായ ലക്ഷ്യമാണ് ഈശോയുടേത്. സ്വർഗത്തിലെ ജീവന്റെ ജലമാണ് ഈശോയുടെ സംസാര വിഷയം. സ്ത്രീയുടെ അതല്ല, സമരിയാക്കരുടെ അതല്ല. ഈ പുറമേ കാണുന്ന കിണർ, അതിലെ വെള്ളം കോരി കുടിച്ച് പാനം ചെയ്ത് ദാഹമടക്കൽ, ശരീരത്തിൻ്റെ ദാഹമടക്കൽ മാത്രമാണ് അവളുടെ ചിന്ത. സമരിയാക്കാരി ശരീരത്തിൻ്റെ ദാഹം തീർക്കുക മാത്രമാണ്. പക്ഷേ ക്രിസ്തു ശരീരത്തിൻ്റെ അല്ല, ആത്മാവിൻ്റെ ദാഹം തീർക്കുന്ന ജലത്തെക്കുറിച്ചാണ് പറയുക. ആത്മാവിൻ്റെ ദാഹം തീർക്കുന്ന ജലത്തെക്കുറിച്ച്. ആ ജലം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കില്ല. അപ്പോൾ അവൾ പറയുകയാണ്, ആ ജലം തരൂ, എനിക്കിനി കോരാൻ വരേണ്ടതില്ലല്ലോ. ഈ ഉയർന്ന ജാതിക്കാരുടെ ഈ കിണറ്റിൽ വന്ന് എനിക്കിനി വെള്ളം കോരേണ്ട ആവശ്യമല്ലോ, ആ വെള്ളം എനിക്ക് തരൂ. അപ്പോഴും അവളുടെ ചിന്ത പുറമേ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന, ഈ കിണറ്റിൽ നിന്ന് കിട്ടുന്ന ജലത്തെക്കുറിച്ച് മാത്രമാണ്. ഇനി കോരാൻ വരേണ്ടതില്ലല്ലോ, ബുദ്ധിമുട്ടാൻ വരേണ്ടതില്ലല്ലോ, എൻ്റെ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടാൻ വരേണ്ടതില്ലല്ലോ, അത് മാത്രമാണ് അവളുടെ ചിന്ത. അപ്പോഴാണ് ഈശോ പറയുക, സ്വർഗീയ ജീവിതത്തെക്കുറിച്ച്, അവിടെ നൽകപ്പെടുന്ന ജീവന്റെ ജലത്തെക്കുറിച്ച്. എന്നിട്ട് ഈശോ അവളോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കൊണ്ടുവരിക. അപ്പോൾ അവൾ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഭർത്താവില്ല. യേശു തിരിച്ചു പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞു വളരെ ശരിയാണ്, ഇപ്പോൾ ഭർത്താവില്ല. പക്ഷേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തെ അനാവരണം ചെയ്തത് കണ്ടപ്പോൾ, യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ഈ സമരക്കാരിയുടെ ജീവിതം അനാവരണം ചെയ്ത് കണ്ടപ്പോൾ അവൾക്ക് അതിശയം തോന്നി. അപ്പോൾ അവൾ മനസ്സിലാക്കി, ഇവൻ പ്രവാചകനാണെന്ന്. ഒരു പ്രവാചകനാണെന്ന്, ഈശോ ഒരു പ്രവാചകനാണെന്ന് അവൾ മനസ്സിലാക്കി. അപ്പോൾ 19-ാം വാക്യം അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു വച്ചപ്പോൾ അവർ അത് പറഞ്ഞു. ആ വിശ്വാസത്തിൻ്റെ ഒരു തലത്തിലേക്ക് അവൾ കയറി. അപ്പോൾ ഈശോ കൃത്യമായി ഒരു പറയാണ്, 23-ാമത്തെ വാക്യം, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാ, അതിപ്പോൾ തന്നെയാ. അതെ, നമ്മൾ ഇപ്പോൾ തന്നെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും
ഇപ്പോൾ തന്നെയാണ് ആരാധിക്കുന്നത്. മറ്റൊരു വശത്തുമല്ല, മറ്റൊരു ദേശത്തുമല്ല, മറ്റൊരു സമയത്തുമല്ല, ഇപ്പോൾ തന്നെ ആത്മാവിലും സത്യത്തിലും ജീവനായി എഴുന്നള്ളി വന്ന നല്ല തമ്പുരാനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസപൂർവമായ ഈ ജീവിതം അങ്ങ് എടുത്ത് വാഴ്ത്തുമ്പോൾ അങ്ങയുടെ ജീവിതത്തോട് ഞങ്ങളും അലിഞ്ഞു ചേരുകയാണ്. തൻ്റെ ജീവിതത്തെ മുഴുവൻ അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ സമരിയക്കാരി അങ്ങൊരു പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൾ ചെന്ന് തൻ്റെ ദേശത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ പൂർവകാല ജീവിതം അനാവരണം ചെയ്ത ഒരു പ്രവാചകനെ ഞാൻ കണ്ടു. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, 2 ദിവസം ഞങ്ങളോട് കൂടി വസിക്കണം. 2 ദിവസം ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. 2 ദിവസം അവരോട് കൂടി അവൻ താമസിച്ചപ്പോൾ അവർക്കുണ്ടായ മാനസികമായ പരിവർത്തനമാണ്. ഇനി നീ പറയുന്ന വാക്കുകൊണ്ടല്ല ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ പ്രഘോഷിക്കുന്നത്. അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ പ്രഘോഷിക്കുക. ഓർമ്മിക്കൂ, എന്താണ് വിശ്വാസം? വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്കുള്ള ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. അപ്പോൾ ഉറപ്പും ബോധ്യവും. ഉറപ്പ് മാനുഷികമായ രീതിയിൽ മനുഷ്യൻ തമ്മിൽ വയ്ക്കുന്ന ഉറപ്പ്. ബോധ്യം എന്നത് ഒരു വ്യക്തിയുടെ ബോധതലത്തെ വിവേചിച്ചറിഞ്ഞ് അതിൻ്റെ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ബോധത്തിൻ്റെ തലമാണ് ബോധ്യം. അപ്പോൾ മാനുഷികമായ ഉറപ്പും ഒരു വ്യക്തിയുടെ ബോധതലങ്ങളിലെ ബോധ്യവുമാണ് വിശ്വാസം. ദൈവമേ, സത്യമായും എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടങ്ങേ ഞാൻ കാണുന്നു. എൻ്റെ ജീവിത ബന്ധങ്ങളിലെ, ജീവിത സംഭവങ്ങളിലെ ഓരോന്നും അയവിറക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു നിന്റെ സാന്നിധ്യം. ഉറപ്പും ബോധ്യവുമാണ് വിശ്വാസം എന്നത്. ഉറപ്പും ബോധ്യവുമാണ്. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തെ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തെ 80 വയസ്സും 90 വയസ്സും ആയപ്പോഴാണ് ദൈവം അബ്രാഹത്തോട് പറയുന്നത്, അനേകം ജനതയുടെ പിതാവാക്കി നിന്നെ ഞാൻ മാറ്റും. അനേകം ജനതയുടെ പിതാവാക്കി നിന്നെ ഞാൻ മാറ്റും. വീണ്ടും 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു അബ്രാഹത്തിനും സാറയ്ക്കും. വീണ്ടും 10 വർഷം, 90-ഉം 100-ഉമായുമ്പോഴാണ് ഇസഹാക്കിനെ ദൈവം നൽകുന്നത്. സാറ ഇടയ്ക്കൊക്കെ ഓരോ കാര്യങ്ങൾ അബ്രാഹത്തോട് ചോദിക്കുമ്പോൾ അബ്രാഹം പറയുന്ന വാക്ക്, വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം സാറയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 10 വർഷം അവർ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഈശോ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈശോ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാന പ്രകാരമാണ് ദൈവത്തിൻ്റെ മകനായി, മകളായിട്ട് ഈ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഇസഹാക്കിനെ ദൈവം നൽകി. അപ്പോൾ ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് ശേഷം ഈ ഇസഹാക്കിനെ ബലി കഴിക്കാൻ യാഹുവേ ആവശ്യപ്പെടുകയാണ്. ഈ ഇസഹാക്കിനെ, അതേസമയം ഓർമ്മിക്കണം, അനേകം ജനതകളുടെ പിതാവായി നിന്നെ വാഴിക്കുമെന്ന് യാഹുവേ പറഞ്ഞ വാക്കുകൾ നിലനിൽക്കുമ്പോഴാണ് ഏകജാതനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നത്. അവൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയാണ്.
അബ്രാഹാം പറഞ്ഞു, എൻ്റെ ഇസഹാക്കിനെ ഞാൻ ബലി കഴിക്കാം. അങ്ങനെ ഇസഹാക്കിനെയും കൂട്ടി അബ്രാഹാം മോറിയ മലയിലേക്ക് പോവുകയാണ്. മോറിയ മലയിൽ ചെന്നു ബലിപീഠമുണ്ടാക്കി. ആ ബലിപീഠത്തിൽ ഇസഹാക്കിനെ പിടിച്ചു കിടത്തി. അപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, അബ്രാഹാം അവനെ കൊല്ലരുത്. തൊട്ടടുത്ത ഒരു ആട്ടിൻകുട്ടി അതിനെ ബലി കഴിക്കുക. ഓർമ്മിക്കുക, അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ എപ്പോൾ തീരുമാനിച്ചുവോ, തീരുമാന ബോധ്യങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ദൈവം ആവശ്യപ്പെട്ടു. സമ്മതം മൂളിയ സമയത്ത് മോറിയ മലയുടെ മറുചുരുവിൽ ഇവന് വേണ്ടി ഒരു ആടിനെ സജ്ജീകരിച്ചു. ഇസഹാക്കിനെ കൈയും കാലും കെട്ടി ബലിപീഠത്തിൽ കിടത്തിയപ്പോഴല്ല, മറിച്ച് അതിനു മുൻപ് തന്നെ അബ്രാഹത്തിന്റെ മനസ്സിൽ ഇസഹാക്കിനെ ബലി കഴിക്കാം എന്ന് അബ്രാഹാം തീരുമാനിച്ച നിമിഷം തന്നെ ദൈവം ആടിനെ സജ്ജീകരിച്ചു. ബലിയർപ്പണം നടക്കുന്നത് ഹൃദയങ്ങളിൽ നടക്കുന്ന ബലിയർപ്പണം. പുറമേ നടക്കുന്നത് അതിനുശേഷമുള്ള ശേഷക്രിയകൾ മാത്രമാണ്. ഹൃദയത്തിൽ ഒരു ബലിയർപ്പണം നടന്നു, വിശ്വാസത്തിന്റെ ബലിയർപ്പണം നടന്നു. എൻ്റെ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറയുന്നത് അച്ചട്ടായി വിശ്വസിക്കുകയും അതിൻ പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അബ്രാഹത്തെ വിശ്വാസത്തിന്റെ പിതാവായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം വാഴ്ത്തുന്നത്. അബ്രാഹത്തെ വിശ്വാസത്തിന്റെ പിതാവായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം വാഴ്ത്തുക. ആ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് എന്നെ വളർത്തുവാൻ, എന്നെ കൈപിടിച്ചുയർത്തുവാൻ എൻ്റെ നല്ല ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയം കാനായിലെ കല്യാണവേളയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ അപ്പോൾ അവർ അവരിൽ വിശ്വസിച്ചു. എപ്പോൾ? ദൈവം കൽഭരണിയിലെ 6 കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതുവരെ ആ വിശ്വാസ തലത്തിലേക്ക് സ്ത്രീമാർക്ക് വളരാൻ കഴിഞ്ഞില്ല. മറിയം പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതിനു മുൻപേ മറിയം തിരിച്ചറിഞ്ഞു. മറിയത്തിന്റെ വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ട് മറിയം ദൈവത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൾ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. നിന്നെ കൊണ്ട് സാധിക്കും, നിനക്ക് കഴിയും, പറ്റും, നീ ചെയ്തേ പറ്റൂ. അതൊരു പ്രാർത്ഥന കൂടിയാണ്. അവർക്ക് വീഞ്ഞില്ല, അത് പ്രാർത്ഥന കൂടിയാണ്. അമ്മ മകന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് വീഞ്ഞില്ല. അത് പ്രാർത്ഥന കൂടിയാണ്. അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥന കൂടിയാണ്, വിശ്വാസപൂർവ്വമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലാണ് ദൈവമേ അത്ഭുതം നടക്കുന്നത്. നിന്റെ ആദ്യ അത്ഭുതങ്ങൾ നടക്കുന്നത് മറിയത്തിന്റെ വിശ്വാസതലത്തിൽ നിന്നുകൊണ്ടാണ്. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോഴാണ്. ഈ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ ദൈവം അവന് വേണ്ടിയിട്ട്, ഇസഹാക്കിന് വേണ്ടിയിട്ട്, മകന് വേണ്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ സജ്ജീകരിച്ചപ്പോൾ ഒക്കെ ഈ വിശ്വാസത്തിന്റെ പ്രഘോഷണമായിരുന്നു. ആ വിശ്വാസതലത്തിലേക്ക് എൻ്റെ നല്ല ദൈവമേ ഞങ്ങളെ വളർത്തേണമേ. എൻ്റെ ദൈവമേ, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുവാൻ ഭൗതികമായ സാഹചര്യങ്ങളാൽ സമ്മർദ്ദം കൊണ്ട് എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകാതിരിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തണമേ. എൻ്റെ ബോധജീവിതത്തെ, എൻ്റെ കണ്ണുകളെ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസപൂർവമായിരിക്കുവാൻ, നിന്റെ വചനങ്ങളിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസപൂർവം ജീവിക്കുവാൻ, നിന്റെ വചനം കണ്ടിട്ട് അതിൻ പ്രകാരം ജീവിക്കുവാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവിതത്തെയും ഒരുക്കണമേ. ദൈവമേ, വിശ്വാസത്തിന്റെ ജീവിതം അനുദിനം തുടരുവാൻ എൻ്റെ കുടുംബങ്ങളിലുള്ളവരെ പരസ്പരം വിശ്വാസം അർപ്പിക്കുവാൻ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസം ഉറപ്പിക്കുവാൻ, മക്കളും മാതാപിതാക്കളും സഹോദരങ്ങള് പരസ്പരവും അയൽക്കാരും തമ്മിലുള്ള വിശ്വാസം ഉറപ്പിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ.
പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിന്നുള്ള വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയൂ എൻ്റെ നല്ല തമ്പുരാനെ. എൻ്റെ സഹപ്രവർത്തകരിൽ വിശ്വാസമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ കഴിയും? നിന്റെ വാക്കുകളെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ദൈവമേ, തിരുവചനങ്ങളാൽ അരുളപ്പെടുന്നത് ജീവിതത്തിൽ സ്വീകരിക്കുവാനും അത് വിശ്വസിക്കുവാനും എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ നല്ല ദൈവമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. നമ്മുടെ രണ്ടു കരങ്ങളും നമുക്ക് ഉയർത്തി നമ്മുടെ വിശ്വാസ ജീവിതത്തെ, ദൈവത്തിന്റെ മുന്നിലുള്ള വിശ്വാസ ജീവിതത്തെ നമുക്ക് ഏറ്റുപറയാം. പിതാവേ, പുത്രനായ സിഹായിലൂടെ ഞങ്ങളെ രക്ഷിച്ച നിന്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശ്വാസപൂർവ്വം നമ്മുടെ രണ്ടു കരങ്ങൾ നമുക്ക് ഉയർത്തി, രണ്ടു കരങ്ങളും ഉയർത്തി വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. നിൻ കൽപ്പനയാ പേടകം നിർമ്മിച്ച നോഹദൻ വിശ്വാസം നൽകണമേ. അവിടുത്തെ തിരുമുൻപിൽ പുത്രനെ നൽകിയ അബ്രാമിൻ വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, യേശുവേ, അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ